ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന 10th ലെവൽ മെയിൻസ് പരീക്ഷയായിട്ടുള്ള LGS പിയൂൺ അറ്റൻഡർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒന്നാമത്തെ ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2000 ഒക്ടോബർ 17 ആണ് കേട്ടോ. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫുട്ബോളുമായിട്ടാണ് സന്തോഷ് ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വീയപുരമാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ വി നാരായണനാണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ആൻസർ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ആറാമത്തെ ചോദ്യം, ഏത് വിറ്റാമിന്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാവുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ ആറിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഈ കൊടുത്തിരിക്കുന്നത് ഗിരിജയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഗിരിജ. എട്ടാമത്തെ ചോദ്യം, പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം. ഒൻപതാമത്തെ ചോദ്യം, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണെന്നാണ് വെച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നിശബ്ദ വസന്തം എന്നാണ് കേട്ടോ. നിശബ്ദ വസന്തം. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ഗാദർ വാലിയാണ് കേട്ടോ. ഡോക്ടർ ഗാദർ വാലിയാണ്. 11, കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, ബ്രസീലാണ് കേട്ടോ. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീലാണ്. 12, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊക്കെയെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോണും ന്യൂട്രോണുമാണ്. 13, പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ആൻസർ ഓപ്ഷൻ സി ആണ്, ശൂന്യതയാണ് കേട്ടോ. ഇനി 14മത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തതാണ് വെച്ചിരിക്കുന്നത്. ദൂരം, സമയം, മാസം. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരമാണ് കേട്ടോ. ഓപ്ഷൻ ബി സ്ഥാനാന്തരമാണ്. 15, അലൂമിനിയത്തിന്റെ അയിര്? ആൻസർ ഓപ്ഷൻ ഡി, ബോക്സൈറ്റ് ആണ്. 16, ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ് ഈ കൊടുത്തിരിക്കുന്നവയിൽ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈഡ്രജൻ ആണ് കേട്ടോ. 17, ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ആൻസർ ഓപ്ഷൻ ബി, ആദിത്യ L1 ആണ്. 18, ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നമ്മൾ പഠിച്ചതാണ്, നാസയുടെയും ISROയുടെയും. ഓപ്ഷൻ എ, നാസ ISRO. 19, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓപ്ഷൻ സി, കൊതുകാണ്. 20, സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്ന കൊതുക്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഈഡിസ് കൊതുകുകളാണ്. 21, മലേറിയ പരത്തുന്ന കൊതുക്? ആൻസർ ഓപ്ഷൻ ബി, അനോഫിലസ് കൊതുകാണ്. 22, അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അപ്പോൾ അമിതമായ മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗമാണ്. ആൻസർ ഓപ്ഷൻ ഡി, ചിക്കൻ ബോക്സ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, വിഷാദ രോഗമൊക്കെ. അപ്പോൾ ഇതിനകത്ത് പെടാത്തത് ഓപ്ഷൻ ഡി, ചിക്കൻ ബോക്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ചിക്കൻ ബോക്സ് ആണ്. ഇനി 23, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയല്ല. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ പക്ഷാഘാതം വരും, ഫാറ്റി ലിവർ വരും, ഹൃദ്രോഗം വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. 24, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമിതമായ ഉപ്പിന്റെ ഉപയോഗമാണ് കേട്ടോ. അമിതമായ ഉപ്പിന്റെ ഉപയോഗമാണ്, പ്രഷർ കൂടുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, 25മത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ ബി, ആർദ്രം മിഷൻ. 26, അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൃതസഞ്ജീവനിയാണ്.
27 ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് അനുയാത്ര കേട്ടോ. ഓപ്ഷൻ എ അനുയാത്ര. 28ാമത്തെ ചോദ്യം, അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ സി ആണ്. അതായത് അമിതമായി ഉപ്പ് കഴിക്കുക എന്നതാണ് ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 29 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിന് പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ആൻസർ ഓപ്ഷൻ ഡി 25 ലക്ഷമാണ്. അഥവാ 24 ലക്ഷമാണ് കറക്റ്റായിട്ട് വരുന്നത്. 24 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷമായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 30ാമത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി UAE ആണ് കേട്ടോ. 31 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ സി ആണ് നെഗ്ലേറിയ ഫൗലേറിയ ആണ് കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം ഏതാണ്? ഏത് ബാക്ടീരിയ ആണ്? ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണം? നെഗ്ലേറിയ ഫൗലേറിയ ആണ് കേട്ടോ. ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറിയ ആണ്. ഇനി 32 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ് കോൾഡ്രിഫ് സിറപ്പാണ് കേട്ടോ. കോൾഡ്രിഫ് സിറപ്പാണ്. 33ാമത്തെ ചോദ്യം ഇനി മാത്സ് ആണ്. 33ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി -50 ആണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ മതി. 34ന്റെ ആൻസർ വരുന്നത് വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 42 ആണ് വരുന്നത്. 35 8 12 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 125 ആണ്. 36 91 മീറ്റർ 117 മീറ്റർ നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിന്റെ പരമാവധി നീളം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 13 മീറ്റർ ആണ്. 37ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 3/5 5/8 2/3 ആണ് വരുന്നത്. 38ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 81 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. 39ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 33 ആണ് വരുന്നത്. 40ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 720 ആണ്. 41ന്റെ ഓപ്ഷൻ ബി 11.521 ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ 42ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി 14 സെക്കൻഡ് ആണ് വരുന്നത്. 43ന്റെ ആൻസർ ഓപ്ഷൻ ഡി 3429 ആണ് ഒറ്റയാനായിട്ട് വരുന്നത്. 44ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 45ഉം 45ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 6174. 46ന്റെ ആൻസർ ഓപ്ഷൻ സി 40 ആണ്. 47 കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വൃത്തമാണ് വരുന്നത് കേട്ടോ. 48 വില കണ്ടെത്തുമെന്നാണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 14 ആണ്. 49 ശരിയായ ക്രമം കണ്ടെത്തുക എന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 3 4 1 ആണ്. അതായത് പരുത്തി അതിനുശേഷം നെയ്ത്ത്, അതിനുശേഷം എന്താണ് നൂല്, അതിനുശേഷം ഏറ്റവും അവസാനമല്ലേ വസ്ത്രം വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 3 4 1. ഇനി 50ാമത്തെ ചോദ്യം, പക്ഷി, ആകാശം, മത്സ്യം എന്താണ്? വെള്ളമായിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി വെള്ളം. ഇനി ശ്രേണി പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രേണിയുടെ അവസാനം വരുന്നത് ഓപ്ഷൻ ബി 5 ആണ് വരുന്നത്. 52 ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? ആൻസർ ഓപ്ഷൻ എ 4 ആണ്. ഇനി 53ാമത്തെ ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ ആദ്യം വരുന്നത് ഗദ്ദർ പാർട്ടിയിലെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. അതിനുശേഷം ആനിബസന്റെയും ബാലഗംഗാധര തിലകന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതിനുശേഷം വരുന്നത് ഏതാണ്? അതിനുശേഷം വരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഏറ്റവും അവസാനം വരുന്നത് എന്താണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. BCAD ആണ് വരുന്നത്. ഇനി 54 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികൾ വരുന്നത് ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലും അതുപോലെ തന്നെ ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസുമാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. എയും ഡിയുമാണ്. ഇനി 55 ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുന്നതാണ്. ശരിയായ 2 പ്രസ്താവനകൾ നോക്കാം. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്, അത് ശരിയാണ്. അതോടൊപ്പം തന്നെ ആനിബസിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. A ആൻഡ് C ആണ് വരുന്നത്. 56 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകൾ നോക്കാം. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്, ശരിയാണ്.
അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്, അത് തെറ്റാണ്. പിന്നെ മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു, അതും തെറ്റായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്, അത് ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? A, B ആൻഡ് C ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 57 താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ് വെച്ചിരിക്കുന്നത്. നോക്കാം. ആദ്യം വരുന്നത് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അതിനുശേഷം വരുന്നത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. അതിനുശേഷം വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അതിനുശേഷം വരുന്ന റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. DABC എന്നാണ് കാലഗണന ക്രമത്തിൽ വരുന്നത്. ഇനി 58 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആൻസർ ഇവരാരുമല്ല ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ കേട്ടോ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി എന്നാണ് വരുന്നത്, ഇവരാരുമല്ല എന്നാണ് വരുന്നത് കേട്ടോ. ഇനി 59 സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. എന്തൊക്കെയാണ് വെല്ലുവിളികൾ നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ നവീകരണം എന്നിവയാണ് കേട്ടോ. പിന്നെ സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം വരില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ABC എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 60ാമത്തെ ചോദ്യം, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവരിൽ നിന്നും കണ്ടെത്തുക എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 61 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുമെന്നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, തെറ്റാണ്. അതുപോലെ തന്നെ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഫിലായി ഇരുമ്പുരുക്ക് ആരംഭിച്ചത്, അതും തെറ്റാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു, അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡിയും എയുമാണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ. ഇനി 62 തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. തെറ്റായ പ്രസ്താവനകൾ. ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് 20 തെറ്റല്ലേ? ആഗസ്റ്റ് 23 വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 തെറ്റാണ്. അതുപോലെ തന്നെ മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 അതും തെറ്റാണ്. പിന്നെ ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയാണ്, അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ABC ആണ്. അപ്പോൾ 62ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 63 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുമെന്നാണ്. നോക്കാം. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ശരിയാണ്. അതുപോലെ തന്നെ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരി. ആൻസർ ഓപ്ഷൻ സി ആണ്. A ആൻഡ് C ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 64 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന ആരാണ്? R വെങ്കിട്ടരമണിയാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. R വെങ്കിട്ടരമണിയാണ് ആൻസർ. ഇനി 65 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേറ്റതാരാണ്? ജ്ഞാനേഷ് കുമാറാണ്. അപ്പോൾ ജ്ഞാനേഷ് കുമാർ വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാറാണ്. ഇനി 66 ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത് എന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ബഹുമതികളാണ്. ഇനി 67 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. 68 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. US ഭരണഘടന, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി 69 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 51A ആണ്. 70 അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി 7ാം പട്ടികയാണ്. 71 കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ് നിലവിലെ? ആൻസർ ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 72 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുമെന്നാണ്. നോക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്, ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്, തെറ്റല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 73 ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സിന്ധു ആണ്. 74 ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. 75 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. അലഹാബാദ് മുതൽ നൈനി വരെയാണ്. 76 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം? ആൻസർ ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ്. 77 ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി പറവൂരാണ്.
78 കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ കെ മുരളീധരനാണ്. ഇനി 79 റിപ്പീറ്റ് ചെയ്ത് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പറവൂരാണ്. 80 താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയെന്നാണ്? അപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ടൊക്കെയാണ് ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടം. ബാക്കിയെല്ലാം ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 81 താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാമാണ്? ഭാരതപ്പുഴ വരും, കടലുണ്ടി വരും, വളപട്ടണം വരും, ചാലിയാർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 82 കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിസ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? എ കെ ആന്റണിയും പിന്നെ വി കെ കൃഷ്ണമേനോനുമാണ്. ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം ആണ് കേട്ടോ. 83 നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിലമ്പൂർ മുതൽ ഗൂഡല്ലൂർ വരെയാണ്. 84 കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി സർക്കസ് ആണ്. 85 താഴെ പറയുന്നവയിൽ നിന്നും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. നോക്കാം. മതികെട്ടാൻ ചോലയെ 2003 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയാണ്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ശരിയാണ്. ട്രിഫേണിയെ ആനമുടി ചോലയിൽ കാണാം. ശരിയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എ കെ ബാലസുബ്രഹ്മണ്യനാണ്. 87 പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 89 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചതെന്നാണ്? ഓപ്ഷൻ എ ആണ്, 1998 മെയ് 17 ആണ്. 89 കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കൊല്ലമാണ്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, യശോദയും കൃഷ്ണനുമാണ്. 91 വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ഓപ്ഷൻ ബി അയ്യൻ കാളിയാണ്. 92 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1792 മാർച്ച് 18 ആണ്. 93 തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. 94 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ്? ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധി വിശേഷിപ്പിച്ചു. ശരിയാണ്. പിന്നെ 1947-48 കാലത്തിലാണ് പാലിയ സത്യാഗ്രഹം നടന്നത്. അതും ശരിയാണ് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 2ഉം 3ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി 95 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? ആൻസർ ഓപ്ഷൻ സി അമർത്യ സെൻ ആണ് കേട്ടോ. ഇനി 96 ചേരുംപടി ചേർക്കുക എന്നാണ്. നോക്കാം. പ്രത്യക്ഷ രക്ഷാസഭ പൊയ്കയിൽ യോഹന്നാനാണ് വരുന്നത്. അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘം വരുന്നത് വാക്ഫടാനന്ദനും, അരേ സമാജം വരുന്നത് KP കറുപ്പനും, അതുപോലെ തന്നെ യോഗക്ഷേമ സഭ വരുന്നത് ആരാണ്? VT ഭട്ടതിരിപ്പാടുമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1C 2D 3A 4B ആണ്. 97 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ഓപ്ഷൻ ഡി KG ശങ്കരപിള്ളയാണ്. 98 കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി AP അനിൽകുമാറാണ്. 99 മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാരാണ്? ഓപ്ഷൻ സി മമ്മൂട്ടിയാണ്. 100ാമത്തെ ചോദ്യം. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളതും അതുപോലെ തന്നെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.